الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. മലയാളത്തിൽ സാധാരണ നമ്മൾ അഗ്നിപരീക്ഷ എന്നും ഉരുക്കു മനുഷ്യൻ എന്നുമൊക്കെ പ്രയോഗിക്കാറുണ്ട്. ചരിത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ പറയാൻ അർഹതപ്പെട്ട ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒരു അഗ്നിപരീക്ഷയിലൂടെ കടന്നുവന്ന് നിരന്തരമായി തന്റെ മുമ്പിലേക്ക് വന്ന പ്രതിസന്ധികളിൽ ഒന്നും തളർന്നു പോകാതെ ഒരു ഉരുക്കു മനുഷ്യനെ പോലെ ജീവിച്ച് കടന്നുപോയി ചരിത്രത്തിൽ വലിയ തോതിൽ അടയാളപ്പെടുത്തപ്പെട്ട മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം മുഴുവനും എന്തൊക്കെ കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയിലുണ്ടോ അതെല്ലാം വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് മോഡലുകളാണ്, നമ്മുടെ വലിയ മാതൃകകളാണ്. 2 ഡസനിലധികം 24ഓളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് നിർവഹിച്ചതായി പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തുദ്ധരിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജീവിതകാലത്ത് കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ നിന്ന് 24 കാര്യങ്ങൾ, അദ്ദേഹം ചോദിച്ച 24 കാര്യങ്ങൾ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് പാഠമായി മാതൃകയായി രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയ്ക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥനകൾ നമ്മൾ വായിക്കുമ്പോൾ ആ പ്രാർത്ഥനകളിലുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആരാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ വിശ്വാസം എന്താണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ വിശ്വാസത്തിന്റെ ബലം, അതിന്റെ കട്ടി, കനം എത്രയാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ തവക്കുൽ, അള്ളാഹുവിലുള്ള പരമേൽപ്പിക്കൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഇഹ്തിസാബ്, പ്രതിഫലേച്ഛയോടുകൂടെയുള്ള പ്രാർത്ഥനകൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ സമർപ്പണം, എല്ലാം
അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ സൂക്ഷ്മമായി നമ്മൾ ആ പ്രാർത്ഥനകളെ മാത്രം പഠിച്ചാൽ, പ്രാർത്ഥനകളിലൂടെ മാത്രം കണ്ണോടിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കുറെ കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലും 2-ാം അധ്യായം അൽ ബഖറയിലും പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം നാടിന്റെ സമാധാനത്തിനും നിർഭയത്വത്തിനും വേണ്ടി പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും. സാധാരണഗതിയിൽ നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളാണ്. എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്താണോ നമ്മുടെ തൊട്ടുമുമ്പിലുള്ള ഏറ്റവും തൊട്ടുമുമ്പിലുള്ള പ്രശ്നം എന്താണോ, ഏറ്റവും അധികം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ, ഏറ്റവും കഠിനമായി നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയം എന്താണോ, ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായത്. ഞാൻ എന്റെ പ്രാർത്ഥനകളെ ഞാൻ പരിശോധിക്കുമ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തിയും എന്റെ ആരോഗ്യവും എന്റെ ആഗ്രഹങ്ങളും എന്റെ കുടുംബവും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ മാതാപിതാക്കളും എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയുടെ വലിപ്പം അവിടെ അവസാനിക്കുകയാണ്. അതിന്റെ പുറത്തേക്ക് പ്രാർത്ഥിക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും? നമ്മളെന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ഭാര്യയും മക്കളും കുടുംബവും മാതാപിതാക്കളും ആ ഒരു സർക്കിളിന്റെ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? കാരണം ആ ഒരു വൃത്തത്തിന്റെ പുറത്തുള്ളതൊന്നും നമ്മുടേതല്ല. പലപ്പോഴും നമ്മെ അലട്ടുന്ന കാര്യങ്ങളല്ല, നമുക്ക് വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉള്ള സംഗതികളല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അൽ ബഖറ സൂറത്തിലും സൂറത്ത് ഇബ്രാഹിമിലും വൈദ ഖാല ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം, പ്രാർത്ഥിച്ച സന്ദർഭം, റബ്ബി ജ്അൽ ഹാദൽ ബലദ ആമിനൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറയിൽ കാണാം റബ്ബി ജ്അൽ ഹാദൽ ബലദ ആമിനൻ എന്നിവിടെയും ഇജ്അൽ ഹാദാ ബലദൻ ആമിനൻ എന്ന് സൂറത്തുൽ ബഖറയിലും കാണാം. എന്തിനെ കുറിച്ചാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ പറയുന്നത്? അതിന്റെ താഴെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അള്ളാഹിനോട്. അതിന് മക്കളുണ്ട്, അദ്ദേഹത്തിന്റെ കാര്യമുണ്ട്, കുടുംബമുണ്ട്, എല്ലാം വരുന്നുണ്ട്. പക്ഷെ ആദ്യം അദ്ദേഹം തുടങ്ങുന്നത് റബ്ബി ജ്അൽ ഹാദൽ ബലദ ആമിനൻ, അള്ളാഹുവേ ഈ നാടിന് നീ നിർഭയത്വവും സുരക്ഷയും നൽകണേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഒന്നാമത്തെ പരിഗണന അദ്ദേഹം പ്രാർത്ഥിക്കണം, നാടിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്വന്തം നാടിനു വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ നമ്മുടെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ നാടിന് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ്. തൊട്ടയൽപക്കം എന്ന് പറയാവുന്ന ഒരു രാജ്യത്തോട് യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധം തന്നെ എന്നുള്ള പ്രതിസന്ധി നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ രാജ്യം കടന്നു പോവുകയാണ്. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഈ രാജ്യത്തുള്ള മനുഷ്യരുടെ സുരക്ഷയ്ക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രാജ്യത്തിന്റെ സുഭിക്ഷതയല്ല പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം രാജ്യത്തിന്റെ നിർഭയത്താണ് പറയുന്നത്. ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകണം, ഈ രാജ്യത്ത് നിർഭയമായി ജീവിക്കാൻ കഴിയണം. ശത്രുക്കൾ കടന്നു വന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുമ്പോൾ കുറച്ച് ആളുകളെ കൊല്ലുക മാത്രമല്ല ചെയ്യുന്നത്, മതം ചോദിച്ച് മനുഷ്യരെ കൊല്ലുന്നവർ മനുഷ്യരുടെ മുഴുവൻ ശത്രുവാണ്. നമ്മുടെ രാജ്യത്തിന്റെ മാത്രമല്ല, മതം ചോദിച്ച് മനുഷ്യരെ കൊല്ലുന്നവർ, വിശ്വാസം തെരഞ്ഞ് മനുഷ്യരെ കൊല്ലുന്നവർ, ദീന് നോക്കി ആളുകളെ കൊല്ലുന്നവർ, അവർ നമ്മുടെ രാജ്യത്തിന്റെ മാത്രം ശത്രുക്കളാണ്, അവർ മനുഷ്യരുടെ ശത്രുക്കളാണ്. അത് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. വിശ്വാസം സ്വീകരിക്കുന്നതുവരെ അവിശ്വാസികളോട് യുദ്ധം ചെയ്യുക എന്ന് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞ ആരോപണമേൽക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം ഉമ്മത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആളുകൾ ചെല്ലുന്നതുവരെ അവരുമായി യുദ്ധം ചെയ്യുക എന്ന ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിക്കും. പരിശുദ്ധ ഖുർആനിൽ യുദ്ധ സന്ദർഭങ്ങളിൽ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞ നിലപാടുകൾ എടുത്ത് പൊതുവായി അവതരിപ്പിച്ച് ഇസ്ലാമിനെ എതിരെ ആരോപിക്കുകയും ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വലിയ യുദ്ധഭ്രാന്തിന്റെ, മുസ്ലിം അല്ലാത്ത ആൾക്കാരെയൊക്കെ കൊല്ലുന്ന ഒരു മതത്തിന്റെ പേരാണത് എന്ന രൂപത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യാൻ വേണ്ടി വലിയ ശ്രമം നടക്കുമ്പോഴാണ് അതിന് പിൻബലം നൽകുന്ന രൂപത്തിൽ
ആ പ്രചാരണത്തിന് സമൂഹത്തിൽ അംഗീകാരവും സ്വാധീനവും ഉണ്ടാക്കുന്ന രൂപത്തിൽ ആളുകളെ, നിരപരാധികളായ ആളുകളെ, ഒന്നിലും പെടാത്ത സാധാരണ മനുഷ്യരെ അവരെ പോയി കണ്ടിട്ട് അവരോട് മതം ചോദിച്ച്, അവരോട് വിശ്വാസം ചോദിച്ച്, അവരോട് കലിമ ചൊല്ലാൻ വേണ്ടി പറഞ്ഞ് അതറിയില്ല എന്ന് പറയുമ്പോ അവരെ കൊല്ലുന്നത് അത് ഏത് ഭ്രാന്തിന്റെ ഭാഗമാണ്? അതാർക്കു വേണ്ടിയാണ്? ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ അതുകൊണ്ട് ഒരു പ്രയോജനവും ലോകത്ത് എവിടെയും കിട്ടില്ല എന്ന് ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും, അത് ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും ചെയ്യാൻ വേണ്ടി തീരുമാനമെടുപ്പിക്കുന്നവനൊക്കെ അത് വളരെ കൃത്യമായി അറിയാം. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിൽ ഒരു വലിയ ഫിത്ന ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, രാജ്യത്തൊരു വലിയ കലാപുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, രാജ്യത്തൊരു വലിയ സംഘർഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒരാളെ കൊല്ലാൻ പോകുമ്പോ കൊല്ലാൻ പോകുന്ന അതിനുപയോഗിക്കുന്ന വാഹനത്തിന്റെ പിന്നിൽ ഇസ്ലാമിന്റെ ദിക്റുള്ള മാഷാ അല്ലാ എന്നുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊലപാതകത്തിന് പോകുന്നവൻ ഒരു മെസ്സേജ് തരുന്നുണ്ട് നമുക്ക്. അങ്ങനെയാകുമ്പോ കുറ്റവാളിക്ക് കുറ്റവാളിയായി തന്നെ നിലനിൽക്കുകയും കുറ്റം മുഴുവൻ ഒരു സമൂഹത്തിന്റെ മേൽ ചാർത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു മെസ്സേജ് അതിലുണ്ട്. ഒരാളെ കൊല്ലുമ്പോ കലിമ ചൊല്ലാൻ വേണ്ടി പറഞ്ഞാൽ കുറ്റവാളിക്ക് കുറ്റവാളിയായി തന്നെ കാലാകാലങ്ങളിൽ സുരക്ഷിതമായി നിൽക്കുകയും കുറ്റം മുഴുവൻ ഒരു സമുദായത്തിന്റെ മേൽ വന്നു വീഴുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് തിരിച്ചറിയാൻ നമ്മക്കൊണ്ട് കഴിയണം. എല്ലാ കുതന്ത്രങ്ങളെയും കണ്ടെത്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിനെതിരെ വരുന്ന എല്ലാ തരത്തിലുള്ള ശത്രുതകളെയും കണ്ടെത്തി തകർക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം, റബ്ബി ജൽ ഹാദാ ബലദൻ ആമിന. ഞങ്ങൾ ജീവിക്കുന്ന രാജ്യത്തെ നിർഭയത്വമുള്ളൊരു നാടായി, സമാധാനമുള്ളൊരു നാടായി, സൗഹാർദ്ദമുള്ളൊരു നാടായി, മനുഷ്യരും തമ്മിൽ നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു രാജ്യമായി ഈ രാജ്യത്തെ നിലനിർത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥനയിൽ ഒന്നാമത്തത് ജീവിക്കുന്ന നാടിന്റെ നിർഭയത്വവും സമാധാനവും സുരക്ഷിതത്വമാണ്. അതില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭക്ഷണം മാത്രമല്ല, കുടുംബം മാത്രമല്ല, ജീവിതം മാത്രമല്ല നഷ്ടപ്പെടുക. സമൂഹത്തിൽ എല്ലാ വിഭാഗം ആളുകളും അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനകളിൽ എന്റെ രോഗം, എന്റെ മക്കൾ, എന്റെ വീട്, എന്റെ ജോലി, എന്റെ വരുമാനം എന്നതിന്റെ എല്ലാം കൂടെ എന്റെ രാജ്യം എന്നത്, എന്റെ നാട് എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ കടന്നു വരേണ്ടുന്ന വിഷയമാണ് എന്നൊരു സന്ദേശമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒന്നാമതായി നമുക്ക് നൽകുന്നത്. വൈദ ഖാല ഇബ്രാഹിം റബ്ബി ജൽ ഹാദൽ ബലദ ആമിനൻ വജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ആ പ്രാർത്ഥന രാജ്യത്തെപ്പറ്റി പറഞ്ഞ് അത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് തന്റെ മക്കളുമായി ബന്ധപ്പെട്ട് തന്നെയും തന്റെ മക്കളെയും പറ്റി പറഞ്ഞിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് എന്ന് പറയുന്ന ആശയം നമ്മൾ പറയുമ്പോൾ ആ ആദർശത്തിന്റെ പിതാവ്, തൗഹീദി ആദർശത്തിന്റെ പിതാവ് എന്ന സ്ഥാനത്തിന് അർഹതപ്പെട്ട ആളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ആദർശ പിതാവ് എന്ന് പറഞ്ഞാൽ തൗഹീദി ആദർശത്തിന്റെ പിതാവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സന്ദേശത്തിന്റെ പിതാവാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുന്നത് ഈ തൗഹീദി ആദർശവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ പിതാവിനോടും രാജാവിനോടും കുടുംബത്തോടും സമൂഹത്തോടുമൊക്കെ ജീവിതകാലത്ത് നിറയെ സമരങ്ങൾ ഉണ്ടാകുന്നത്, പോരാട്ടങ്ങളും കലാപങ്ങളും ഉണ്ടാകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവുമായി ബന്ധപ്പെട്ട. പക്ഷെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ് വജുനുബ്നി വബനിയ, എന്നെയും എന്റെ മക്കളെയും നീ അകറ്റണേ റബ്ബേ, ഞങ്ങളുടെ കാര്യത്തിൽ നിന്റെ ഒരു സഹായം വേണം.
ഞങ്ങളുടെ ആദർശത്തെ സംരക്ഷിക്കുന്നതിൽ നിന്റെ ഒരു സഹായം വേണം. വജുനുബനി വബനിയ, ഞാനോ എന്റെ മക്കളോ സന്താന പരമ്പരകളോ പിൽക്കാലത്ത് ഷിർക്കിലേക്ക് പോകുന്ന, സൃഷ്ടിപൂജയിലേക്ക് പോകുന്ന, വിഗ്രഹാരാധനയിലേക്ക് പോകുന്ന അപകടത്തെ തൊട്ട് അല്ലാഹുവേ കാത്ത് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? നമ്മുടെ ഈമാൻ ഉണ്ടല്ലോ, നമ്മുടെ വിശ്വാസം, പഠിച്ചോനെ ഇതിനെ കാത്തു സൂക്ഷിക്കണേ, അള്ളാഹു ഇത് നഷ്ടപ്പെടുത്തരുത് റബ്ബേ, അള്ളാഹു എന്റെ മനസ്സിൽ ഈമാൻ നിലനിൽക്കണേ, ഞാൻ നാളെ മുശ്രിക്കായി മാറുന്ന. നമ്മളാരും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ നാളെ ശിർക്ക് ചെയ്യുന്ന ഒരാളായി മാറുക. എന്റെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അങ്ങനെ ഒരു സംശയം പോലും എനിക്കെന്നെ പറ്റില്ല, നമുക്ക് ആർക്കും നമ്മളെ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവേ എന്റെ തൗഹീദി വിശ്വാസത്തെ സംരക്ഷിക്കണേ എന്നെന്റെ പ്രാർത്ഥനയിൽ വരില്ല. പക്ഷെ ഇബ്രാഹിം അലൈഹിസ്സലാം, തൗഹീദി ആദർശത്തിന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് ഭയപ്പെട്ടുവെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ ആദർശത്തെ അതിലെത്ര കട്ടുണ്ടായാലും, എത്ര ബോധ്യമുണ്ടായാലും, എത്ര ഉറപ്പുണ്ടായാലും നശിച്ചു പോകുമോ, നഷ്ടപ്പെട്ടു പോകുമോ, പിഴച്ചു പോകുമോ, വ്യതിയാനം സംഭവിക്കുമോ, ഏതെങ്കിലും നിലക്കുള്ള സ്ഖലിതങ്ങൾ ഉണ്ടാകുമോ, എന്റെ തൗഹീദി വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന ഏതെങ്കിലും വഴിയിലേക്കോ മാർഗത്തിലേക്കോ ഞാനെങ്ങാനും തെറ്റിപ്പോയേക്കുമോ എന്നൊരു പേടിയും അത് സംഭവിക്കല്ല റബ്ബേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും നമുക്ക് നമ്മളെക്കുറിച്ചുണ്ടാകണം, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുണ്ടാകണം. എന്റെ കുട്ടിക്ക് ആരോഗ്യം കൊടുക്കണേ, അത് പ്രാർത്ഥിക്കാത്ത ഒരു വാപ്പയും ഈ സദസ്സിലുണ്ടാവില്ല. അള്ളാഹു എന്റെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കണേ, അങ്ങനെ പറഞ്ഞവരാണ് എല്ലാ മാതാപിതാക്കളും. അള്ളാഹുവേ എന്റെ കുട്ടിയുടെ വിശ്വാസത്തെ, ഈമാനിനെ നിലനിർത്തണേ എന്ന് പ്രാർത്ഥിച്ചവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര ഉണ്ടാവും? അള്ളാഹു എന്റെ കുട്ടി എങ്ങാനും ഖബറാരാധനയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകല്ല റബ്ബേ. വിഗ്രഹാരാധനയെ ഇബ്രാഹിം അലൈഹിസ്സലാം ഭയപ്പെട്ടതുപോലെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഏറ്റവും അധികം ഭയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഖബറാരാധന എന്ന് പറയുന്നത്. രണ്ടും ഒന്നാണ്. വിഗ്രഹത്തെ ആരാധിക്കുന്നത്, ജാറത്തിന്റെ അടുത്ത് പോകുന്നത് രണ്ടും തുല്യമാണ്. ഒന്ന് ചെയ്യുന്നത് ദർഗകളും ജാറങ്ങളും ഒക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പേരിലാണ് എന്നതുകൊണ്ട് അത് ദീനാവൂല, അത് ഇസ്ലാമല്ല. ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ജൂത ക്രൈസ്തവർക്ക് അല്ലാഹുവിന്റെ ശാപം. ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ജൂത ക്രൈസ്തവർക്ക് അല്ലാഹുവിന്റെ ശാപം. എന്നിട്ട് അതിന്റെ കാരണം പറയണത് റസൂൽ എന്താണെന്നറിയോ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ പ്രവാചകന്മാർ മരണപ്പെട്ടപ്പോൾ മരണപ്പെട്ട പ്രവാചകന്മാരുടെ ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്തു. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്ത കാരണം കൊണ്ട്, നബിമാർ മരിച്ചപ്പോ മരണപ്പെട്ട നബിമാരുടെ ഖബറിന്റെ അടുക്കൽ പോയി സുജൂദ് ചെയ്ത കാരണം കൊണ്ട് ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, അള്ളാന്റെ ശാപത്തിന് കാരണമായി തീരുന്ന ഏറ്റവും വലിയ തിന്മയുടെ പേരാണ് ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യുക എന്ന് പറയുന്ന തിന്മ. അത് ചെയ്തു ജൂത ക്രൈസ്തവർ. അപ്പോഴാണ് അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടായത്. അതേ കാര്യം മുസ്ലിം ഉമ്മത്ത് ചെയ്താലോ? നമുക്ക് പ്രവാചകന്മാരില്ല, നമ്മുടെ കൂട്ടത്തിൽ മഹാത്മാക്കളാണുള്ളത്, ശ്രേഷ്ഠരായ ആളുകളാണുള്ളത്, വലിയുകളാണുള്ളത്, ശുഹദാക്കളാണ് നമുക്ക് പരിചയമുള്ളത്. ആ ശുഹദാക്കളുടെ, വലിയകളുടെ, സ്വാലിഹീങ്ങളുടെ അവര് മരണപ്പെട്ടാൽ അവരുടെ ഖബറിന്റെ അടുത്ത് പോയി അതിനെ കെട്ടിപ്പൊക്കി ആ ഖബറിനെ ആരാധിക്കുന്ന, ഖബറിന് സുജൂദ് ചെയ്യുന്ന, ഖബറിനെ തൊട്ടുമുത്തുന്ന, ഖബറിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്ന, ഖബറിൽ നിന്ന് ദ്രോഹം പ്രതീക്ഷിക്കുന്ന ഒരു വിശ്വാസത്തിലേക്ക് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് മഹാഭൂരിപക്ഷം ആളുകൾ നമ്മുടെ പ്രാർത്ഥനകളിൽ, അല്ലാഹുവേ എന്റെ മക്കളിൽ, മക്കളുടെ മക്കളിൽ, സന്താന പരമ്പരകളിൽ ശിർക്ക് സംഭവിക്കല്ല റബ്ബേ. ജാറത്തിലും ദർഗയിലും പോകുന്ന മക്കളും പേരക്കുട്ടികളുമായി എന്റെ മക്കൾ മാറല്ല റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മൾ ഓർമ്മപ്പെടുത്തുക. മക്കൾക്ക് വേണ്ടി നിങ്ങളത് പ്രാർത്ഥിച്ചു വെക്കണം.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഈ രാജ്യത്തെ നിർഭയത്വമുള്ള രാജ്യമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജീവിക്കുന്ന ഒരു കാലയളവിലേക്ക് വേണ്ടിയുള്ളതല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥന ഒരു നിശ്ചിത കാലത്തേക്ക് വേണ്ടിയുള്ളതല്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന, ഞാൻ മരിക്കുന്നത് വരെ ഈ നാട് നിർഭയത്തുള്ളതാകണേ എന്നല്ല. എന്റെ മക്കളെന്നല്ല, മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളും അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചാൽ ആ പ്രാർത്ഥന നൂറ്റാണ്ടുകൾക്കപ്പുറം അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. ഒരു പ്രാർത്ഥന റബ്ബിന്റെ അടുക്കൽ കബൂലായാൽ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. മക്കയെ നിർഭയത്വമുള്ള അമ്നുള്ള നാടാക്കി മക്കയെ മാറ്റണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത് എന്നാണ്? ചരിത്രാതീത കാലത്താണ്. 10,000 കൊല്ലങ്ങൾക്ക് 10,000 കൊല്ലങ്ങളുടെ അപ്പുറാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയെ നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന കബൂലായി, അത് സ്വീകരിക്കപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന അതുപോലെ തന്നെ സ്വീകരിക്കപ്പെട്ട് അത് നിലനിൽക്കുന്നത് നമുക്കിന്നും കാണാൻ കഴിയും. റസൂല് പ്രാർത്ഥിച്ചു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ്. അല്ലാഹു എന്റെ ഖബർ ആരാധിക്കപ്പെടല്ല റബ്ബേ. എന്റെ ഖബർ ആരാധിക്കപ്പെട്ടാൽ അത് വിഗ്രഹമായി, ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമായി മാറുന്ന ഗതികേട്, പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു ബിംബമായി മാറുന്ന ഒരു ദുരന്തം അതെന്റെ ഖബറിന് സംഭവിക്കല്ലേ റബ്ബേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പ്രാർത്ഥന കബൂൽ ചെയ്തു. പലർക്കും അവിടെ ചെന്നിട്ടൊന്ന് കൈ ഉയർത്തിയിട്ട് അള്ളാന്റെ റസൂലിനോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന്, റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കാം, റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കാം. യാ റസൂലല്ലാ, അള്ളാന്റെ റസൂലേ എന്ന് വിളിച്ച് അള്ളാന്റെ റസൂലിനോട് സങ്കടം പറയുന്ന, അള്ളാന്റെ റസൂലിനോട് അവരാധി പറയുന്ന, അള്ളാഹുവിന്റെ റസൂലിനോട് പാപം പുറത്തു തരാൻ അങ്ങ് ശഫാത്ത് ചെയ്യണേ എന്ന് പറയുന്ന ശിർക്കൻ വാക്കുകൾ പറയാൻ സാധ്യമല്ലാത്ത വിധം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന കബൂലായി സ്വീകരിക്കപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം കെട്ടിയുയർത്താൻ കഴിയാതെ, കെട്ടി ഉയർത്തപ്പെടാതെ, പ്രാർത്ഥിക്കപ്പെടാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ആരാധനകൾ നിർവഹിക്കപ്പെടാതെ, ആ ഖബറിന്റെ അടുത്ത് സുജൂദ് ചെയ്യപ്പെടാതെ സംരക്ഷിക്കപ്പെട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ. ഒരു പ്രാർത്ഥനയ്ക്ക് നൂറ്റാണ്ടുകളുടെ അപ്പുറം പ്രതിഫലനം ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആർക്കു വേണ്ടിയാ? നമ്മുടെ കാലത്തിനും നമ്മുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മക്കൾക്കും വേണ്ടി മാത്രമല്ല, നമ്മുടെ കാലത്തും അനന്തരകാലത്തും അതിനുശേഷവും ആയിരക്കണക്കിന് കൊല്ലത്തിന്റെ അപ്പുറമൊക്കെ ഈ രാജ്യം നമുക്കും നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും വരും തലമുറകൾക്കൊക്കെ ജീവിക്കാനുള്ള ഈ നാട്, അള്ളാഹു ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ, പേരക്കുട്ടികളെ, മക്കളുടെ 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 മക്കളെ, ഞങ്ങളുടെ സന്താന പരമ്പരയെ അള്ളാഹുവെ അവരുടെ അഖീദയെ, അവരുടെ വിശ്വാസത്തെ, അവരുടെ ഈമാനിനെ നീ സുരക്ഷിതമായി നിലനിർത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാൻ, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ എന്താണോ നമുക്ക് വേണ്ടത് ആ വാക്കു മാത്രമല്ല പറയേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എല്ലാ കാര്യങ്ങളെയും എടുത്തു പറഞ്ഞ്, സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ്, ചുറ്റുപാടുകളൊക്കെ പറഞ്ഞ്, അതിന്റെ പരിസരത്തുള്ള സംഗതികളൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ച്, അള്ളാഹുവിനെ വാഴ്ത്തി, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞ്, അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന അങ്ങനെ വിശദമായി പോകുന്നത് നമുക്ക് കാണാൻ കഴിയുക. റബ്ബി ഇന്നഹുന്ന അളലന കസീറൻ മിനൻ നാസ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് അതിലേക്ക് പെട്ടുപോകല്ലേ റബ്ബേ. അള്ളാഹുവേ, ഏതെങ്കിലും നിലക്ക് ശിർക്കിനെ പറ്റി പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ കാലത്ത് കുഫറിനെ പറ്റി പ്രാർത്ഥിക്കണം. പടച്ചുണ്ടോ? ആൾക്കാരോട് ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോ വെറുതെ ആളുകളുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കുകയാണ്. പടച്ചുണ്ടോ? പടച്ചുണ്ടെങ്കിൽ എന്തിനാണ് ദുരന്തം ഉണ്ടാകുന്നത്? അല്ലുണ്ടെങ്കിൽ എന്തിനാണ് രോഗം ഉണ്ടാകുന്നത്? അല്ല കാരുണ്യവാനാണെങ്കിൽ എന്തിനാണ് പരീക്ഷണം ഉണ്ടാകുന്നത്? ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഇത് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അതിന്റെ അപ്പുറത്ത് അതിനുള്ള മറുപടി എന്താണ്, അതിന്റെ വസ്തുതകൾ എന്താണ്, അതിന്റെ വിശദീകരണങ്ങൾ എന്താണ് എന്നൊന്നും ആളുകൾക്ക് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനൊന്നുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും വേദികളും ഉണ്ടാവില്ല. ശിർക്കിനെതിരെ മക്കളുമായി ബന്ധപ്പെട്ട് വിഗ്രഹാരാധന കൊടിയ രൂപത്തിൽ നിലനിന്ന കാലത്താണ്
എല്ലാവരും വിഗ്രഹാരാധകന്മാരായി പരിസരത്തുള്ളവരൊക്കെ ജീവിക്കുന്ന കാലത്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നത് ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്. ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകൾ ആ പിഴവിൽ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട വഴികേടിൽ അകപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് പടച്ചോനെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അത് അള്ളാഹ്ക്ക് അറിയില്ലേ? ആളുകൾ മഹാഭൂരിപക്ഷ ആളുകൾ വഴികേടിലാണ് എന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? പക്ഷെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥനയിൽ അത് എടുത്തു പറയാണ്. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. ഞാൻ ആളുകളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തെറ്റാണ്, പിഴവാണ്, ളലാലത്താണ്, മാർഗഭ്രംശമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ ശിക്ഷ ലഭിക്കുന്ന മഹാപാതകമാണ് എന്നൊക്കെ ഞാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. ആരെങ്കിലും എന്നെ പിൻപറ്റിയാൽ, ഞാൻ പറഞ്ഞത് സ്വീകരിച്ചാൽ, അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. എന്നാൽ വമൻ അസ്വാനി, പിഴച്ചു പോകുന്നവരെ കുറിച്ചുള്ള തന്റെ നിലപാട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മാനസികാവസ്ഥ അദ്ദേഹം പ്രകടിപ്പിക്കാൻ. ഒരാള് അഖീദയിൽ തെറ്റിപ്പോയി, ദീനിന്റെ കാര്യത്തിൽ ഒരാൾ പഴിച്ചുപോയി. അങ്ങനെയുള്ള ആളോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ നിലപാടെന്താ? വമൻ അസ്വാനി, ഞാനിതൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ അനുസരണക്കേടും ധിക്കാരവും കാണിക്കുന്നവരും എന്റെ സമുദായത്തിലുണ്ട് റബ്ബേ. ഫഇന്നക ഗഫൂറുർ റഹീം, എന്നാൽ നീ കാരുണ്യവാനും പാപം പൊറുക്കുന്നവനുമാണ്. പഴച്ചുപോയവരൊക്കെ ശിക്ഷിച്ചേക്ക് റബ്ബേ എന്നല്ല, ദീനിൽ തെറ്റിപ്പോയ ആളുകളെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞേക്ക് റബ്ബേ എന്നല്ല, ശപിക്കല്ല, അവരെ അകറ്റല്ല, അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കല്ല. എന്റെ കൂടെ എന്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് എന്റെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് എന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, അല്ലാഹുവേ അവർ എന്റെ കൂട്ടുകാരാണ്, എന്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, അവർക്ക് നീ പ്രതിഫലം നൽകും. എന്നാൽ വമൻ അസ്വാനി, എന്നെ ധിക്കരിച്ചവരുണ്ട്, എന്നെ ആക്ഷേപിച്ചവരും എന്നെ കല്ലെറിഞ്ഞവരുമുണ്ട്. എന്നെ ധിക്കരിച്ചവരും എന്നെ ആക്ഷേപിച്ചവരും എന്നെ കല്ലെറിഞ്ഞവരുമുണ്ട്. അല്ലാഹുവേ അവരുടെ കാര്യത്തിൽ ഫഇന്നക ഗഫൂറുർ റഹീം, എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. എന്താണ് ആ പ്രതീക്ഷ? നീ പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് താൻ പ്രബോധനം ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കാത്തവരോട് അവരുടെ പ്രവർത്തനങ്ങളോട് വിരോധമുണ്ട്, അവരുടെ വിശ്വാസത്തോട് വിരോധമുണ്ട്, അവരുടെ അഖീദയോട് വിരോധമുണ്ട്. പക്ഷെ ആ മനുഷ്യരില്ലേ, വിശ്വാസം സ്വീകരിക്കാതെ ധിക്കാരം കാണിച്ച ആളുകൾ, അവരോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് വിരോധമൊന്നുമില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരുടെ കാര്യത്തിൽ അള്ളാഹിനോട് പറയുന്നത്, അല്ലാഹുവേ നിന്റെ ശിക്ഷ അവരുടെ മേൽ വന്നിറങ്ങട്ടെ എന്നല്ല. ഇന്നക ഗഫൂറുർ റഹീം, പാപം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് റബ്ബേ എന്ന് പറയാൻ ആളുകളോട്. നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സംഘത്തിൽപ്പെട്ടവർ, നമ്മുടെ ദീനിൽപ്പെട്ടവർ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ, അവരോട് മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽപ്പെടാത്ത മനുഷ്യരോടും ഒരു ഇസ്ലാമിക പ്രബോധകന്റെ മനസ്സെന്താകണം എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിക്കാൻ. മുസ്ലിമായില്ല എന്നുള്ള കാരണം കൊണ്ട് ഒരാളോട് വിരോധം ഉണ്ടാകുക, മുസ്ലിമായി എന്ന കാരണം കൊണ്ട് ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ, കൂടെ കൊണ്ടുനടക്കുന്നത് പോലെ, ഇഷ്ടപ്പെടുന്നത് പോലെ ഒരാൾ മുസ്ലിം ആയില്ല എന്ന കാരണം കൊണ്ട് നമ്മൾ ഒരാളെ ശത്രുവായി കാണാം. ആ കാരണം കൊണ്ട് നമുക്ക് ഒരാളോട് എതിർപ്പുണ്ടാകുക, വിരോധം ഉണ്ടാകുക, ശത്രുത ഉണ്ടാകുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് അതില്ല. ഒമൻ അസ്വാനി, എന്നെ തെറ്റിയവൻ, എന്നെ ധിക്കരിച്ചവൻ, എന്നോട് അനുസരണക്കേട് കാണിച്ചവർ, തീർച്ചയായും അവർക്ക് നീ പുറത്തു കൊടുക്കുന്നവനും നീ കാരുണ്യവാനുമാണ്. റബ്ബന, എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി, ഞാൻ എന്റെ മക്കളെ പാർപ്പിച്ചിട്ടുള്ളത് ബിവാദിൻ ഗൈരി ദീ സറഇൻ, ഭൗതിക വിഭവങ്ങൾ നോക്കിയിട്ടല്ല ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ഇവിടെ കൃഷിയില്ല, ചെടിയില്ല, ഫലങ്ങളില്ല, പഴവർഗ്ഗങ്ങളില്ല, ഇതൊന്നുമില്ല, ഒഴിഞ്ഞ പ്രദേശമാണ്. സാധാരണ ആളുകള് താമസം, പ്രത്യേകിച്ചൊക്കെ നാടോടികൾ, ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ ഉള്ളിടത്തേക്കാണ് താമസം മാറുക. ഒരു നാട്ടിൽ നിന്ന് പോയിട്ട് വേറൊരു നാട്ടിൽ പച്ചപ്പുള്ളിടത്താണ്, മരുഭൂമിയിലൊക്കെ പച്ചപ്പുള്ളിടത്താണ്, എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ കിട്ടുന്നിടത്താണ് താമസം ഉണ്ടാക്കുക. പണ്ടൊക്കെ നദീതട സംസ്കാരങ്ങൾ എന്ന് നമ്മൾ പറയും. എന്ത് നദീതട സംസ്കാരങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്താ അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താണ്? നദീതടങ്ങളിലാണ് ജനങ്ങൾ താമസിച്ചിരുന്നത്. കാരണം അവിടെയാണ് വെള്ളം ഉണ്ടാവുക, അവിടെയാണ് കൃഷി നടക്കുക. അതുകൊണ്ടാണ് നദീതട സംസ്കാരങ്ങൾ പഴയ കാലങ്ങളിലൊക്കെ.
ഇന്നത്തെ പോലെ ഇറിഗേഷൻ സൗകര്യങ്ങളില്ലാത്ത കാലത്തൊക്കെ ആളുകൾ ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് താമസം മാറുമ്പോ അവിടെ വെള്ളമുണ്ടോ, കൃഷി ഉണ്ടാക്കാൻ പറ്റുമോ, എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടാനും മുളപ്പിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ പറ്റും. ഇത് പരിഗണിച്ചിട്ടാണ് ആളുകളുടെ താമസങ്ങളൊക്കെ മാറി താമസങ്ങളൊക്കെ ഉണ്ടാകുക. ഞാൻ എന്റെ കുടുംബത്തെ കൊണ്ടുവന്ന് താമസിച്ചത് ബിവാദിന്, ഒരു താഴ്വരയിലാണ്. ഇവിടെ കൃഷിയൊന്നുമില്ല, ഒന്നും മുളക്കുന്നില്ല, ഒന്നും ഇവിടുന്ന് കിട്ടാനില്ല. പക്ഷേ മുഹറം, അല്ലാഹുവേ, അതിമഹത്തായി ഭവനത്തിന്റെ അരികിലാണ് ഞാൻ എന്റെ കുടുംബത്തെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്. എന്തിനാണ് ഞാൻ ഇവിടം തെരഞ്ഞെടുത്തത്? അതിന്റെ കാരണം പറയുന്നുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അവര് നമസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിന്റെ പിന്നിൽ എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം, നമ്മള് വീട് വെക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തുമ്പോ സ്കൂൾ അടുത്താണോ, ടൗണിക്ക് പോകാൻ പറ്റുമോ, ഹോസ്പിറ്റൽ അടുത്താണോ, എല്ലാ സൗകര്യങ്ങളും പരിഗണിക്കും. കുട്ടി എവിടെ മദ്രസ പോവുക, അതിനവിടെ അടുത്തൊന്നും സൗകര്യമല്ല. അപ്പൊ അതിപ്പോ ഇനി വേറെ എന്തെങ്കിലും ഓൺലൈനായിട്ടോ മറ്റോ കിട്ടുമെന്ന് നോക്കണം. കുട്ടി എവിടെയാ പള്ളിയിൽ പോവുക, അതിന് തൊട്ടടുത്തൊന്നും സൗകര്യമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, ഇവിടെ കൃഷിയില്ല, വെള്ളമില്ല, ചെടിയില്ല, ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ നിന്റെ ഭവനത്തിന്റെ അടുക്കലേക്ക് എന്റെ മക്കളെ കൊണ്ടുവന്നതാണ്. എന്റെ കുടുംബത്തെ ഞാൻ അവിടെയാണ് താമസിപ്പിക്കുന്നത്. എന്തിനാ? ലിയുഖീമുസ്സലാ, ഈ മനസ്സുണ്ടാകാൻ. ഇത് പടച്ചവനോട് പ്രാർത്ഥിക്കണം. അള്ളഹാനോടുള്ള പ്രാർത്ഥനാ വചനങ്ങളിൽ കൂട്ടത്തിൽ എടുത്തു പറയുന്ന കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം താൻ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പടച്ചവൻ എന്റെ രോഗം മാറ്റണമെന്ന് മാത്രമല്ല, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊക്കെ എടുത്തു പറയാം. രോഗവുമായി ബന്ധപ്പെട്ടു, ആരോഗ്യമായി ബന്ധപ്പെട്ടു, അല്ലാത്തതുമായി ബന്ധപ്പെട്ടും പടച്ചോനെ വിചാരിച്ച് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു പറയാം. എടുത്തു പറഞ്ഞിട്ടാണ് അള്ളാഹിനോട് ഒരു കാര്യം നമ്മൾ ചോദിക്കുക, പടച്ചോനെ സഹായിക്കണേ, അള്ളാഹു ഇന്നത് വേണേ, ഇന്നത് വേണേ. നമ്മളുടെ ഒരു പ്രാർത്ഥനയുടെ രീതി എന്താ? നമുക്ക് വേണ്ടൊക്കെ നമ്മൾ പടച്ചോനോട് പറയും. പടച്ചോനെ ഇത് വേണേ, പടച്ചോനെ ഇത് വേണേ, പടച്ചോനെ ഇത് വേണേ, നമ്മൾ ഇങ്ങനെ പറയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്തുപ്പുറത്തും സമാന്തരമായി അതിനൊരു തുടക്കം ഒടുക്കമൊക്കെ, അതിനൊരു മുഖവുര പറഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത്. ലിയുഖീമുസ്സലാ, അള്ളാഹുവെ, നമസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ മക്കളെ അവിടെ കൊണ്ടുവന്നാക്കിയത്. എന്നിട്ടാണ് പ്രാർത്ഥന ഉള്ളത്. ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, അള്ളാഹുവെ, ആളുകളുടെ മനസ്സിൽ, മറ്റ് മനുഷ്യരുടെ മനസ്സിൽ അവരോട് നീ ഒരു ചായ്വ് ഉണ്ടാക്കണേ. വർസുഖുഹും മിനസ്സമറാത്ത്, അള്ളാഹുവെ, നീ അവർക്ക് പഴവർഗ്ഗങ്ങൾ ഉപജീവന മാർഗമായി നൽകണേ. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് താൻ ചെയ്ത കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എടുത്തു പറയാണ്. സഹോദരങ്ങളെ, ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദി കാണിച്ചേക്കാം, നിന്നോട് ശുക്ർ ചെയ്തേക്കാം, അതിനുവേണ്ടിയാണ് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയാണ്. ഇങ്ങനെ ദീർഘമായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളിലെ ഓരോ അക്ഷരവും നമ്മൾ ഇങ്ങനെ വിശദമായി ചർച്ച ചെയ്താൽ നമുക്ക് സന്ദേശങ്ങളും പാഠങ്ങളും വലിയ രൂപത്തിലുള്ള മാതൃകകൾ നൽകുന്നതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതം. അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചുമനുസരിച്ചും പാലിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ മക്കളുമായി, സന്താന പരമ്പരകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രാർത്ഥനകൾ, കുറെ കാര്യങ്ങൾ ഇനിയും ഇതിന്റെ താഴെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ മക്കളുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു കാര്യം ചെയ്തിട്ടാണ് ആ വിഷയത്തിൽ അള്ളാഹുവിനോട്, അത് തന്നെ കൊണ്ട് എന്താണോ ആ കാര്യത്തിൽ ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്ത് അതിന്റെ സാധ്യതകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ കാര്യത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. സൂറത്ത് ഇബ്രാഹിമിൽ 40-ാമത്തെ ആയത്ത്, റബ്ബി ജ്അൽനീ മുഖീമസ്സലാ,
റബ്ബിജ്അൽനി മുഖീമസ്സലാ. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമസ്കാരം നിലനിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ ക്വാളിറ്റി ഉണ്ട്. അതൊരു വിശ്വാസിയുടെ ക്വാളിറ്റിയാണ്. എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് എത്താൻ കഴിയുക, ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുക. ഒരു ദിവസം നമ്മൾ ളുഹറിന് പോയി, പിറ്റത്തെ ദിവസം ളുഹർ കിട്ടിയില്ല, അപ്പൊ അന്ന് നമ്മൾ വീട്ടിൽ നിസ്കരിച്ചു. നമ്മൾ അസറിന് ഇടയ്ക്കൊക്കെ പോകാറുണ്ട്, ഇടയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. അങ്ങനെ അല്ലാണ്ട് നമസ്കാരത്തിൽ വളരെ സൂക്ഷ്മതയും കണിശതയും കൃത്യതയും ഉണ്ടാകുന്ന രൂപത്തിൽ റബ്ബിജ്അൽനി, ഇബ്രാഹിം നബിയെ പ്രാർത്ഥിക്കുന്ന കേട്ടോ. ഇബ്രാഹിം അലൈഹിസ്സലാം ഖലീലുല്ലാഹ് എന്ന് അള്ളാഹ് വിശേഷിപ്പിച്ച അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ് എന്ന സ്ഥാനം റബ്ബ് നൽകിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ് റബ്ബിജ്അൽനി മുഖീമസ്സലാ. നമ്മളെ മനസ്സ്, മനുഷ്യനാണല്ലോ, മനസ്സിന് ഇങ്ങനെ മാറ്റം വരും. എല്ലായ്പ്പോഴും ഒരേ മൂഡല്ല നമുക്ക് ഉണ്ടാവുക. ചിലപ്പോ നമുക്ക് ളുഹർ ബാങ്ക്, അസർ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് എണീച്ച് ഒതുക്കെ എടുത്തിട്ട് ബാങ്കിന്റെ സമയം വരെ ഇങ്ങനെ കാത്ത് ബാങ്ക് കൊടുത്തേക്ക് പള്ളിയിൽ പോണം എന്ന് തോന്നുന്ന ദിവസങ്ങളുണ്ടാവും. ചിലപ്പോ അസർ ബാങ്ക് സമയമായി എന്ന് നമ്മൾ അറിയുന്നു, എന്നിട്ടും നമ്മൾ കിടക്കുന്നു. ബാങ്ക് നമ്മൾ കേൾക്കുന്നു, എന്നിട്ടും നമ്മൾ കിടക്കുന്നു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എണീക്കാം, ഒതു കൊടുക്കാം എന്ന് നമ്മൾ കരുതുന്നു, എന്നിട്ടും നമ്മൾ കിടക്കുന്നു. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ആയി നമുക്ക് അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ട് അന്ന് നമ്മൾ വീട്ടിൽ നിസ്കരിക്കുന്നു. വ്യത്യസ്ത മാനസികാവസ്ഥകൾ നമസ്കാരവുമായി ബന്ധപ്പെട്ടുണ്ടാകും. റബ്ബിജ്അൽനി മുഖീമസ്സലാ, പടച്ചോനോട് പറയണം, അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ നമസ്കാരം കണിശത പാലിച്ച് കൃത്യമായി നിലനിർത്തുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുള്ളൊരു മനസ്സെപ്പോഴും നിങ്ങൾ നോക്ക്, വളരെ കൃത്യമായി ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വളരെ നേരത്തെ എണീച്ച് ഒതുവെടുത്ത് ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്ത ദിവസങ്ങൾ നമുക്കുണ്ട്. എന്നും അതേ മാനസികാവസ്ഥ ഉണ്ടായാൽ എത്ര അനുഗ്രഹീതാകും. റബ്ബിജ്അൽനി മുഖീമസ്സലാ. അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. വമിൻ ദുർരിയ്യതി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മക്കൾക്ക് വേണ്ടി 100 കൂട്ടം പ്രാർത്ഥനകൾ പഠിച്ചവനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. പക്ഷെ എന്റെ മക്കളെ നമസ്കാരം നിലനിർത്തി മാറ്റണേ റബ്ബേ, അതൊരു ഉപ്പാന്റെ പ്രാർത്ഥനയാണ്. എന്റെ മക്കളെ നമസ്കാരം നിലനിർത്തുന്ന മക്കളാക്കി മാറ്റണേ റബ്ബേ എന്നൊരു ഉപ്പാന്റെ പ്രാർത്ഥനയാണ്. നിസ്കരിക്കാനുള്ള സൗകര്യം ആദ്യം ഉണ്ടാക്കി, സാധ്യതയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവരെ താമസിപ്പിച്ചു. എന്നിട്ട് തന്നെ കൊണ്ട് ചെയ്യാനുള്ള മക്കളുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെ കൊണ്ട് ചെയ്യാനുള്ള സംഗതികളൊക്കെ ചെയ്തു വെച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ് റബ്ബിജ്അൽനി മുഖീമസ്സലാ വമിൻ ദുർരിയ്യതി, എന്നെയും എന്റെ മക്കളെയൊക്കെ നിസ്കാരമുള്ളവരാക്കി, നമസ്കാരം നിലനിർത്തുന്നവരാക്കി, അതിൽ കണിശത പാലിക്കുന്നവരാക്കി, കൃത്യത പാലിക്കുന്നവരാക്കി നീ മാറ്റണേ. റബ്ബനാ ഞങ്ങളുടെ റബ്ബേ വതഖബ്ബൽ ദുആ. എല്ലാം പ്രാർത്ഥിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ് റബ്ബനാ ഞങ്ങളുടെ റബ്ബേ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ, ഞങ്ങളുടെ പ്രാർത്ഥന കബൂലാക്കണേ. അള്ളാഹു എന്റെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ഉത്തരം നൽകുകയും ചെയ്യണേ എന്നുകൂടി ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ നമ്മൾ പഠിച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ പറ്റി വായിച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലൂടെ കടന്നുപോയ അവിടെയൊക്കെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും മതപരമായ നമ്മുടെ ബോധത്തിനും അറിവിനുമൊക്കെ വലിയ തോതിലുള്ള മാതൃകകളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ പോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു കുടുംബസമേതം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും നമസ്കാരം നിലനിർത്തുകയും സൂക്ഷ്മത പാലിക്കുകയും കണിശത പാലിക്കുകയും ചെയ്യുന്ന, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയും ജാഗ്രതയും പാലിക്കുന്ന നല്ല ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ നമ്മയും നമ്മുടെ മക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.
അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ കുറ്റകൃത്യങ്ങളും തെറ്റുകളും ന്യൂനതകളും പോരായ്മകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായ നമ്മുടെ ഉമ്മമാർ, വാപ്പമാർ, സഹോദരന്മാർ, സഹോദരികൾ, മക്കൾ, രോഗികളായ സഹോദരീ സഹോദരന്മാരുടെ ബന്ധുമിത്രാദികളുടെ കുടുംബങ്ങളുടെ രോഗങ്ങളെ അള്ളാഹു ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما.